നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രശസ്ത നാടക നടൻ MC കട്ടപ്പന എന്നറിയപ്പെടുന്ന കട്ടപ്പന മരങ്ങാട്ട് MC ചാക്കോ നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. ഇരട്ടയാറ്റിൽ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ 10:30. സംഭവസ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആത്മഹത്യയും കൊലപാതകവും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് പോലീസ്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് തോട്ടം മേഖലയിൽ ഊർജിത പരിശോധനയ്ക്കൊരുങ്ങി തൊഴിൽ വകുപ്പ്. ഇതിനായി വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും കുറ്റമറ്റ ശുചീകരണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രാഥമിക പരിഗണന നൽകുമെന്ന് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കെതിരെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആക്ഷൻ കൗൺസിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിൽ ധർണ നടത്തി. വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് MM മണി MLA. ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും വിമർശനം. വിശദമായ വാർത്തകൾ. പ്രശസ്ത നാടക നടൻ MC കട്ടപ്പന എന്നറിയപ്പെടുന്ന കട്ടപ്പന മരങ്ങാട്ട് MC ചാക്കോ നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. 1977 ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ പുണ്യതീർത്ഥം തേടി എന്ന പ്രൊഫഷണൽ നാടകത്തിലാണ് ആദ്യമായി MC കട്ടപ്പന അഭിനയിച്ചത്. തുടർന്ന് 30ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലായി 7000-ലധികം വേദികളിൽ അഭിനയിച്ചു. 2007 കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. 2014 കേരള സംഗീത നാടക അക്കാദമിയുടെ അഭിനയശ്രീ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. കാഴ്ച, പകൽ, പളുങ്ക്, നായകൻ തുടങ്ങിയ സിനിമകളിലും 25ഓളം സീരിയലുകളിലും MC കട്ടപ്പന അഭിനയിച്ചിട്ടുണ്ട്. നിയമപരമായി കുട്ടിയെ കൂടെ നിർത്തണമെങ്കിൽ അവനെ ദത്തെടുക്കണം. ഇനി അങ്ങനെ ചിന്തിച്ചാൽ പോലും നൂലാമാലകളേറെയാ. മഹിയോട് കാര്യം തുറന്നു പറയണം. വേണ്ട, അവനത് അറിയരുത്. അവനെന്നല്ല മറ്റാരും അറിയരുത്. വേലുത്തമ്പിയോട് പോലും ഞാൻ വസ്തു വാങ്ങുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ കൈമള, ഞങ്ങൾ തമ്മിൽ ബിസിനസ് കാര്യം സംസാരിക്കുന്നിടത്ത് മോൻ വേണ്ട വേണ്ട. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഒരു വിലയും പറഞ്ഞു. വല്ല അഡ്വാൻസോ കരാറോ വല്ലതും? വാക്കാൽ കരാറായി. വാക്കല്ലേ ഉള്ളൂ. അച്ഛാ, ഇപ്പൊ ആ കടപ്പുറം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ആവശ്യമുണ്ട്. ഇവൻ വേലുത്തമ്പി പാവമാ. പൊന്നുമോളെ, ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷ. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വേർപാട്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കടമനിട്ട ചാന്തുക്കാവ് കുടുംബാംഗമായ സാറാമ്മയാണ് ഭാര്യ. അജിത സോണി, അമൃത TV ഇടുക്കി ജില്ലാ ലേഖകൻ MC ബോബൻ എന്നിവരാണ് മക്കൾ. പുറ്റടി ചിറയിൻമാലിയിൽ സോണി, ഉപ്പുതറ മണ്ണഞ്ചേരി സുനി എന്നിവരാണ് മരുമക്കൾ. പ്രിയ MC കട്ടപ്പനയ്ക്ക് ഹൈറേഞ്ച് ന്യൂസിന്റെ ആദരാഞ്ജലികൾ. ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ പുണ്യതീർത്ഥം തേടിയെന്ന പ്രൊഫഷണൽ നാടകത്തിലൂടെയാണ് MC കട്ടപ്പന ആദ്യമായി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് 30ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലായി 7000-ലധികം വേദികളിൽ അദ്ദേഹം അഭിനയിച്ചു. 2007 കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. 1977 MC കട്ടപ്പന പ്രൊഫഷണൽ നാടകവേദികളിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ നാടകത്തിലൂടെയുള്ള അരങ്ങേറ്റം. തുടർന്ന് 30ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലായി 7000-ലധികം വേദികളിൽ അഭിനയിച്ചു.
സർക്കാർ സർവീസിനിടയിലാണ് അഭിനയവും MC കട്ടപ്പന ഒന്നിച്ചു കൊണ്ടുപോയത്. പകൽ, കാഴ്ച, അമൃതം, പളുങ്ക്, കനകസിംഹാസനം, മധുചന്ദ്രലേഖ എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു. 4ാം ക്ലാസ്സിൽ വരെ ആകെ 9 പേരാ. അതിൽ 4 ജയിച്ചു, 5 തോറ്റു. 2 പേര് TC വാങ്ങിപ്പോയി. ശേഷിക്കുന്ന 2 പേരിൽ ഒരാളാ ഇവള്. നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല. എന്റെ സമയം കളയാതെ എഴുന്നേറ്റ് പോണം മിസ്റ്റർ. എനിക്ക് ഭ്രാന്തുണ്ട്. ഇല്ല, ഉണ്ട്. ഇല്ലെന്നല്ലേ പറഞ്ഞത്. ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ചങ്ങല ഒരുക്കിക്കോളൂ. എനിക്കൊരു പ്രശ്നം വന്നാ കൂടെ നിൽക്കുമെന്ന് കരുതി ഒരു പട്ടിയും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ഈ സാഹചര്യത്തിൽ കാരണവർ എന്നെ കൈവെടിയരുത്. 25ഓളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. MC ചാക്കോയിൽ നിന്ന് MC കട്ടപ്പനയിലേക്കുള്ള മാറ്റം ജയിലിൽ വച്ചായിരുന്നു. 4 ചുമരുകൾക്കുള്ളിലെ ഏകാന്തവാസമാണ് ചാക്കോയുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടന്ന അഭിനയവാസന പുറത്തെടുത്തത്. സഹപ്രവർത്തകരുടെയും സഹതടവുകാരുടെയും പ്രോത്സാഹനം പിന്നീട് 3 പതിറ്റാണ്ട് നീണ്ട നാടക സപര്യയിലേക്കുള്ള വഴി തുറന്നു. നടനെ ആവശ്യമുണ്ടെന്ന പത്രപരസ്യം MC കട്ടപ്പനയെന്ന നാടക നടന്റെ പിറവിയും കുറിച്ചു. അഭിനയമോഹം ഉള്ളിൽ കൊണ്ടുനടന്ന കാലത്താണ് മൃഗസംരക്ഷണ വകുപ്പിൽ ക്ലർക്കായി ഉദ്യോഗം ലഭിച്ചത്. ഔദ്യോഗിക ജീവിതത്തിനിടയിലും നാടകാഭിനയവും സംവിധാനവും ഒരു കുടക്കീഴിൽ എന്ന പോലെ കൊണ്ടുപോകാനായി. പിതാവും സഹോദരങ്ങളും ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലായിരുന്നതിനാൽ മണിമലയിൽ നിന്ന് തന്റെ ജീവിതവും അവിടേക്ക് പറിച്ചു നടുകയായിരുന്നു MC കട്ടപ്പന. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുമ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നവർ അതിന്റെ പരസ്യ പ്രചാരണങ്ങൾക്കായി തന്റെ പേര് നോട്ടീസിലോ പോസ്റ്ററുകളിലോ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അതിനാൽ സ്വന്തം പേരായ MC ചാക്കോയിൽ നിന്ന് ചാക്കോയെ ഒഴിവാക്കി സ്വന്തം സ്ഥലമായ കട്ടപ്പനയെ പേരിനോടൊപ്പം കൂട്ടി. മണ്ണിന്റെ മനസ്സും കർഷകന്റെ ദുരിതങ്ങളും നേരിട്ടറിയാവുന്നതിനാൽ അവാർഡ് നേടിക്കൊടുത്ത കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണിലെ കുഞ്ഞുപിള്ള എന്ന കർഷകന്റെ ദീനത അതിന്റെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ MC-ക്ക് കഴിഞ്ഞു. എന്റെ മരുമോൻ എന്ത് ചെയ്യേ? ഞാനിവിടെ ഉണ്ട്. മക്കളിഞ്ഞ് വന്നു. അവസാനം അച്ഛൻ തോപ്പിച്ചു. സാരമില്ല, മോൻ ചെന്ന് കമ്പനിക്കാരോട് ചോദിക്കേ. മലയോര ജില്ലയിൽ താമസക്കാരനായി എന്ന കാരണത്താൽ മാത്രം സിനിമയുടെയും സീരിയലിന്റെയും വെള്ളി വെളിച്ചത്തേക്ക് കൂടുതൽ കടന്നെത്താൻ കഴിയാതിരുന്ന കലാകാരനാണ് MC. സമ്മാനം എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്ത MC കാഴ്ചയിലെ വക്കീൽ വേഷത്തിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധേയനായത്. ഇന്നസെന്റ് അവതരിപ്പിച്ച വികാരിയച്ഛന്റെ വേഷമായിരുന്നു MC-ക്ക് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇനിയും പുറത്തിറങ്ങാനുള്ള നേരത്തെ ചിത്രീകരണം തുടങ്ങിവെച്ച പാസ് എന്ന ചിത്രത്തിൽ ഹോസ്റ്റൽ വാർഡനായ വികാരിയുടെ വേഷമായതിനാൽ ബ്ലിസി വക്കീൽ വേഷം നൽകി. തുടർന്ന് സിബി മലയിലിന്റെ അമൃതത്തിൽ നായികയുടെ അച്ഛൻ ഹാജിയാരായി MC ശരിക്ക് തിളങ്ങി. ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിലൂടെയായിരുന്നു MC നാടകവേദിയിലെത്തിയത്. 300-ലധികം വേദി പിന്നിട്ട പുനർജനിക്കുന്ന പെരുന്തച്ഛനിലെ പെരുന്തച്ഛൻ അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു. പിന്നീട് തിരുവനന്തപുരം താസ്കിന്റെ ഓടയിൽ നിന്നിലെ പപ്പുവും വാഴ്വേമായത്തിലെ സുധീന്ദ്രനും MC ഏറ്റെടുത്ത് വിജയിപ്പിച്ച വെല്ലുവിളികളായിരുന്നു. പെരുന്തച്ഛൻ തിലകന്റെ രൂപത്തിലും പപ്പുവും സുധീന്ദ്രനും സത്യന്റെ രൂപത്തിലും മലയാളത്തിലെ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നാടകവേദിക്ക് വേണ്ടി MC ഈ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയത്. പല കഥാപാത്രങ്ങളും നാടകത്തിനു ശേഷം സിനിമയിലെത്തുമ്പോൾ MC-യുടെ കഥാപാത്രങ്ങൾ സിനിമയ്ക്ക് ശേഷമാണ് നാടകത്തിലെത്തിയത്. ഇതിനിടയിൽ സംവിധായക കുപ്പായമിട്ട MC-യാണ് ചങ്ങനാശ്ശേരി അണിയറയുടെ ആദ്യകാല ഹിറ്റുകളെല്ലാം അണിയിച്ചൊരുക്കിയത്. ഓടയിൽ നിന്നിലെ MC-യുടെ അഭിനയം കണ്ട ബ്ലിസിയാണ് അദ്ദേഹത്തെ സിനിമയിലെത്തിച്ചത്. സമ്മാനത്തിൽ ഒരു പ്രമുഖ കഥാപാത്രത്തെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും അന്ന് നാടകം ഉപേക്ഷിക്കാൻ MC തയ്യാറായില്ല. തന്റെ കൂടെ വേദികളിൽ ആടിത്തിമിർത്തവർ പലരും സിനിമയിലും സീരിയലുകളിലും സജീവമായിട്ടും MC പിന്മാറി നിന്നിരുന്നതിന്റെ കാരണം നാടകത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. കൊച്ചുപ്രേമനും KTS പടന്നയിലും ഋഷഭാവയും പറവൂർ രാമചന്ദ്രനും TS രാജീവുമെല്ലാം MC-യോടൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നവരാണ്. നാടകം നൽകിയിരുന്ന തൊഴിലുറപ്പ സിനിമയും സീരിയലും ഒന്നും നൽകുന്നില്ലെങ്കിലും ഈ മേഖലയിൽ തുടരാനായിരുന്നു MC-യുടെ തീരുമാനം.
ഇരട്ടയാറ്റിൽ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. രാവിലെ 10:30 കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. സംഭവസ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. ആത്മഹത്യയും കൊലപാതകവും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു. അമ്മ വിളിച്ചുണർത്താൻ ചെന്നപ്പോഴാണ് 17-കാരി മരിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ടീഷർട്ടും ഇറുകിയ പാന്റുമായിരുന്നു കുട്ടിയുടെ വേഷം. കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതാണ് കൊലപാതകമാണോ എന്ന് സംശയിക്കാൻ കാരണമെന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കി പറഞ്ഞു. ഈ കുട്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഈ ദിവസങ്ങളിൽ ഇവിടെ പല ആളുകളും വന്നു പോകുന്നതായിട്ട് ഇവിടുത്തെ അയൽവാസികൾ വിളിച്ചു പറഞ്ഞിരുന്നു. ബൈക്കുകൾ പലപ്പോഴും വന്ന് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ 2 മാസം മുമ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വരുമ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പനും അമ്മയൊന്നും ഇല്ലാത്ത സമയത്ത് എന്തിനാണ് ഈ വീട്ടിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്നാണ് അന്ന് ആ വിദ്യാർത്ഥി പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഈ പ്രദേശവാസികൾക്കെല്ലാം വലിയ തോതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഈ കുട്ടി തന്നെ ഉള്ള സമയത്ത് പല ആൾക്കാരും ഇവിടെ എത്തുന്നത്. 17-കാരിയെ കൂടാതെ അച്ഛനും അമ്മയും സഹോദരനുമാണ് വീട്ടിലുണ്ടായിരുന്നതെങ്കിലും രാവിലെയാണ് ഇവർ മരണവിവരം അറിയുന്നത്. കട്ടപ്പന പോലീസ് വിവരം അറിഞ്ഞപ്പോൾ മുതൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. പ്രതികൂല കാലാവസ്ഥ പരിശോധനയ്ക്ക് തിരിച്ചടിയായി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് TK സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കട്ടപ്പന, ഇടുക്കി ഡിവൈഎസ്പിമാരായ PV ബേബി, KR ബിജു, കട്ടപ്പന CI സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് പറഞ്ഞു. 11:00 കുട്ടിയെ മരിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത്, അമ്മയാണ് കാണുന്നത്. അതിനുശേഷം ഉടനെ പോലീസ് ഇൻക്വസ്റ്റ് നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കൂടി നടക്കും, അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സംശയമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഉടുമ്പൻചോല MLA M. മണി, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് തുടങ്ങി ജനപ്രതിനിധികളും മറ്റ് നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുമളി 4 മൈൽ പാലത്തിന് സമീപത്തു നിന്നും മൃതദേഹം കണ്ടെത്തി. 4 മൈൽ പാണ്ടിക്കുഴി സ്വദേശി പാണ്ഡിരംഗനാണ് മരിച്ചത്. പാലത്തിനോട് ചേർന്ന് വാഴക്കൂട്ടത്തിനിടയിൽ തലകീഴായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് പാണ്ഡിരംഗൻ വീട്ടിൽ നിന്ന് പോകുന്നത്. 3 മണിക്ക് ഇദ്ദേഹത്തെ 4 മൈൽ ഭാഗത്ത് കണ്ടവരുണ്ട്. എന്നാൽ ഇദ്ദേഹം രാത്രി വീട്ടിലെത്തിയില്ല. കുമളിക്ക് സമീപം ഗൂഡല്ലൂരിൽ ബന്ധുവീട്ടിൽ പോയതാകാമെന്ന് വീട്ടുകാർ കരുതി. രാവിലെ നാട്ടുകാരാണ് പാലത്തിനു സമീപം മൃതദേഹം കണ്ടെത്തിയത്. പാലത്തിനോട് ചേർന്ന വാഴക്കൂട്ടത്തിനിടയിൽ തല കീഴായ നിലയിലായിരുന്നു മൃതദേഹം. ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞതോടെ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഇദ്ദേഹം പാലത്തിൽ നിന്ന് വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് തോട്ടം മേഖലയിൽ ഊർജിത പരിശോധനയ്ക്കൊരുങ്ങി തൊഴിൽ വകുപ്പ്. ഇതിനായി വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും കുറ്റമറ്റ ശുചീകരണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രാഥമിക പരിഗണന നൽകുമെന്ന് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ലയങ്ങളുടെ ശോച്യാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം, റോഡ്, ചികിത്സാ സംവിധാനങ്ങൾ, അങ്കണവാടികൾ, കളിസ്ഥലം, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവ പരിശോധനയുടെ പ്രധാന പരിഗണനകളായിരിക്കും. ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും കുറ്റമറ്റ ശുചീകരണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രാഥമിക പരിഗണന നൽകുമെന്നും ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തോട്ടങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണമെന്നും കൂടുതൽ തൊഴിലാളികളെ നേരിൽ കണ്ട് മിനിമം വേതനം, ലയങ്ങൾ, അർഹമായ അവധികൾ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങി നിയമപരമായ എല്ലാ തൊഴിൽ അവകാശങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാർ ഉറപ്പുവരുത്തണമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം വിശദാംശങ്ങൾ തൊഴിലുടമകളെ വ്യക്തമായി ധരിപ്പിച്ച് അടിയന്തര പ്രശ്നപരിഹാരം ഉറപ്പാക്കേണ്ടതും വീഴ്ച ഉണ്ടായാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇത് സംബന്ധിച്ച പ്രതിമാസ റിപ്പോർട്ട് 5-ാം തീയതിക്കകം ക്രോഡീകരിച്ച് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ലേബർ കമ്മീഷണർക്ക് നൽകുകയും പരിശോധന പൂർത്തിയായി 72 മണിക്കൂറിനുള്ളിൽ ലേബർ കമ്മീഷണറേറ്റ് ഓട്ടോമേഷൻ സിസ്റ്റത്തിൽ പരിശോധനാ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യുകയും വേണം. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി ലയങ്ങൾ നേരിട്ട് പരിശോധിച്ച അറ്റകുറ്റപ്പണികൾ ആവശ്യമെങ്കിൽ മാനേജ്മെന്റ് മുഖേന നടപടി സ്വീകരിക്കണം. ശുചീകരണ സംവിധാനങ്ങൾ കുറ്റമറ്റതാണെന്ന് ഉറപ്പാക്കണം. പരിശോധനയിൽ കണ്ടെത്തുന്ന തൊഴിൽ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുള്ള
സമയപരിധി, സ്വീകരിക്കേണ്ട നടപടികൾ, തുടർ നോട്ടീസുകൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത, രേഖകൾ ഹാജരാക്കുന്നതിനുള്ള തീയതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റ് പ്രതിനിധികളെ വ്യക്തമായി ധരിപ്പിക്കേണ്ടതും ഹിയറിംഗ് തീയതി മുൻകൂട്ടി അറിയിച്ച ഹിയറിംഗ് നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉറപ്പാക്കേണ്ടതുമാണ്. റോഡ്, ചികിത്സാ സൗകര്യ സംവിധാനങ്ങൾ, അങ്കണവാടി, കമ്മ്യൂണിറ്റി സെന്റർ, കളിസ്ഥലം തുടങ്ങിയ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ മാനേജ്മെന്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിന് നിരാക്ഷേപ പത്രം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. എസ്റ്റേറ്റ് പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലാവണം പരിശോധന. നിയമപ്രകാരമുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് പരിശോധന നടത്തുന്നതെന്ന് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടർ ഉറപ്പാക്കണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു. നെടുങ്കണ്ടത്ത് ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് എം മണി MLA. ആക്ഷൻ കൗൺസിൽ നെടുങ്കണ്ടത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിലേക്ക് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയത് ഗുണ്ടാപ്പണിയെന്നും എം മണി വിമർശിച്ചു. ജപ്തി നടപടിക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്തിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും ബാങ്ക് അധികൃതർ ചർച്ച നടത്തുവാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച സമര പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നെടുങ്കണ്ടത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബ്രാഞ്ചിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല MLA എം മണി ആവശ്യപ്പെട്ടു. അതോ അവര് ലോൺ എടുത്തിട്ടില്ല, മരിച്ച മകനെ ആ സഹോദരി ലോൺ എടുത്തിട്ടില്ല, അവരെ എന്തിനു ഭീഷണിപ്പെടുത്തണം? ഭൂമി മറ്റാരുടെ കൈവശം വെച്ച് താമസമൊക്കെ മാറിയെങ്കിൽ നിയമപരമായി കൈകാര്യം ചെയ്യാവുന്നത്. അതൊന്നും ചെയ്യാതെ ഗുണ്ടാപ്പണി കാണിച്ച് അതുകൊണ്ട് ഒരു കാര്യമാണ്, പോലീസും ഇതിനകത്ത് പ്രതിയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ നിയമവിരുദ്ധമായ പണി. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കേസെടുക്കണം, കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അതിനെല്ലാം വകുപ്പും ചട്ടവും എല്ലാം ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ ആ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയുടെ കാര്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ കൊണ്ട് തീരുകയില്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്ക് സമരം വ്യാപിപ്പിക്കുമെന്നും എം മണി അറിയിച്ചു. ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരം നടത്താനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക്. ബൊട്ടാണിക്കൽ ഗാർഡനും ഇരവികുളം ദേശീയ ഉദ്യാനവും ഉൾപ്പെടെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൂടി സഞ്ചാരികളുടെ തിരക്ക് ഇതേ രീതിയിൽ തുടരുമെന്നാണ് പ്രതീക്ഷ. മധ്യവേനലവധി ആരംഭിച്ച ആദ്യ ദിവസങ്ങളിൽ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് തീരെ കുറവായിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ മൂന്നാറിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുള്ളത്. മൂന്നാർ, മറയൂർ, വട്ടവട, കാന്തല്ലൂർ, ദേവികുളം, മാങ്കുളം തുടങ്ങി എല്ലായിടത്തും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനും ഇരവികുളം ദേശീയോദ്യാനവും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ദിവസവും 100 കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മെച്ചപ്പെട്ട ബുക്കിംഗ് നടക്കുന്നു. ജീപ്പ് സഫാരിയും ബോട്ടിംഗ് സെന്ററുകളും സജീവമാണ്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വേനൽമഴ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകിയിട്ടുണ്ട്. അന്തരീക്ഷ താപനിലയിൽ വന്ന കുറവിനൊപ്പം മൂടൽമഞ്ഞും സഞ്ചാരികളെ ആകർഷിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിലും അയൽ ജില്ലകളിലുമൊക്കെ നിലനിൽക്കുന്ന ഉയർന്ന അന്തരീക്ഷ താപനില മൂന്നാറിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നു. மூணாருக்கு விடுமுறை நாளை கொண்டாட வந்திருந்தோம். அருமையாக இருந்துச்சு. பொட்டானிக்கல் கார்டன் வந்திருக்கோம். இங்கே உள்ள பொட்டானிக்கல் கார்டனில் பார்த்தீங்கன்னா நிறைய ஏராளமான பூக்கள் இருக்குது. நம்ம பார்க்காத பூக்கள் நிறையா இருக்கும். அது எவ்வளோ கணக்கெல்லாம் சொல்ல முடியாது, அவ்வளோ பூக்கள் இருக்குது. அருமையாக இருக்குது. அதுபோக லைட் செட்டிங்குள்ள மின் விளக்கு போன வேறு மாதிரியான இது இருக்குது. மியூசிக்கல்ஸு, ஊஞ்சல் நிறையா இருக்குது. அருமையாக இருக்குது. இங்கே வந்தால் ரொம்ப எப்படி சொல்லலாம், ரொம்ப இந்த கோடை விடுமுறைக்கு அங்கேருந்து வெயிலில் வந்தவங்களுக்கு ரொம்ப சந்தோஷமான விஷயமா இருக்குது. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. പോയ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ നാളുകളിലും പ്രതീക്ഷിച്ച രീതിയിലുള്ള സഞ്ചാരികൾ ഹൈറേഞ്ചിലേക്ക് എത്തിയില്ല. എന്നാൽ മധ്യവേനൽ അവധിക്കാലത്ത് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് വിനോദസഞ്ചാര മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നവർക്ക് പ്രതീക്ഷ നൽകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കട്ടപ്പന വെള്ളയാങ്കുടി കണ്ടങ്കരക്കാവ് അമ്പലപ്പടി സുവർണഗിരി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് റെസിഡൻസ് അസോസിയേഷൻ നഗരസഭയ്ക്ക് മുമ്പിൽ സമരം നടത്താൻ ഒരുങ്ങുന്നു. നഗരസഭയിൽ ഉൾപ്പെട്ട റോഡ് 3 വർഷമായി വലിയ ശോചനീയാവസ്ഥയെയാണ് നേരിടുന്നത്.
കട്ടപ്പന നഗരസഭ 32-ാം വാർഡിൽ ഉൾപ്പെട്ട കണ്ടംകരക്കാവ്, അമ്പലപ്പടി, വെള്ളയാങ്കുടി, സുവർണഗിരി റോഡാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. 3 വർഷമായി റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. നിരവധി തവണ വാർഡ് കൗൺസിലർ അടക്കം നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതോടെയാണ് മേഖലയിലെ സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ സമരത്തിനൊരുങ്ങുന്നത്. സമന്വയ റെസിഡൻസ് അസോസിയേഷൻ 2-3 വർഷമായി റോഡ്, അതായത് ഇടുക്കി കട്ടപ്പന റോഡിൽ നിന്ന് വെള്ളയാങ്കുടി കക്കാട്ടുകട റോഡ്, ഇത് രണ്ടും PWDയുടെ റോഡാണ്. ഇതിനിടയ്ക്കുള്ള മുനിസിപ്പാലിറ്റിയുടെ റോഡാണ് ഈ PWD റോഡിലൂടെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന റോഡ്. ഈ റോഡ് താറുമാറായിട്ട് ഒരു 2-3 വർഷമായി. ഇതിനോടിടയ്ക്ക് വാർഡ് മെമ്പറെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയെയും എല്ലാം ഈ കാര്യം ധരിപ്പിക്കുകയും രേഖാമൂലം എഴുതി കൊടുക്കുകയും എല്ലാം ചെയ്തതാണ്. പക്ഷേ ഇന്നുവരെയും ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല. അവർ മാറി മാറി ഓരോരോ ന്യായങ്ങളാണ് പറയുന്നത്. മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ല, പിന്നെ MLAയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് MLA അത് വകമാറ്റി. ഇങ്ങനെ ഓരോരുത്തരോടും ഓരോരോ ന്യായങ്ങൾ പറയും. ഈ റോഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് വെള്ളയാങ്കുടി ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ കഴിയും. അതുകൊണ്ട് വെള്ളയാങ്കുടി ടൗണിലെ ട്രാഫിക് ജാം വളരെയേറെ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇതിന് ഏറ്റവും സഹായകമാകുന്ന, ഈ ട്രാഫിക് ജാം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ലിങ്ക് റോഡാണ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന റോഡെന്ന് പറയുന്നത്. അത് എത്ര പ്രാവശ്യം ആരുടെയെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയാലും അതെല്ലാം മാറി മാറി ചെല്ലുന്നവരോടെല്ലാം മാറി മാറി ഓരോരോ ന്യായങ്ങളും കാരണങ്ങളും പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി റെസിഡൻസ് അസോസിയേഷൻ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുക. നാളെ 11 മണിക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ധർണ്ണ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളയാങ്കുടി ടൗണിൽ കയറാതെ അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും എളുപ്പമാർഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് കടക്കാവുന്ന പാത കൂടിയാണിത്. ഒപ്പം വെള്ളയാങ്കുടി ടൗണിൽ ഗതാഗത തടസ്സമുണ്ടായാൽ ആളുകൾ ബൈപ്പാസായും ഈ പാതയെ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ മേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ ഏക യാത്രാമാർഗവും ഇത് തന്നെ. എന്നാൽ അധികൃതർ നാളിതുവരെ റോഡിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പല പ്രാവശ്യം ഫണ്ട് അനുവദിച്ചുവെന്ന് പറയുന്നതല്ലാതെ നടപ്പാക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പരാതി ഉന്നയിച്ചു. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക പൊതുയോഗവും താലൂക്ക് സംഗമവും കട്ടപ്പനയിൽ നടന്നു. സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN ബാലകൃഷ്ണൻ ആചാരി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TS ബേബി അധ്യക്ഷനായിരുന്നു. ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. അന്തരിച്ച ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി EG സത്യൻ, പ്രശസ്ത നാടക നടൻ MC കട്ടപ്പന എന്നിവർക്ക് അനുശോചനം അറിയിച്ചാണ് സമ്മേളനം ആരംഭിച്ചത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PN ബാലകൃഷ്ണൻ ആചാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും 2024-25 വർഷത്തെ പദ്ധതികൾ സംബന്ധിച്ച പ്രവർത്തന രൂപരേഖയും താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു അവതരിപ്പിച്ചു. കൗൺസിൽ ഭാരവാഹികളായ ടോമി ജോസഫ്, VK സുരേന്ദ്രൻ, ജോമറ്റ് ജോയി, അന്നക്കുട്ടി അഗസ്റ്റിൻ, ബിജോ ജോസ്, റോബർട്ട് എന്നിവർ സംസാരിച്ചു. കേരള സർക്കാർ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോലസന്റ് കൗൺസിലിംഗ് SSLC കഴിഞ്ഞ കുട്ടികൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ ഫോക്കസ് പോയിന്റ് 2024 ജില്ലാതല ഉദ്ഘാടനം വാഴത്തോപ്പ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫോക്കസ് പോയിന്റ് 2024 ജില്ലാതല ഉദ്ഘാടനം വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. SSLC കഴിഞ്ഞ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വിവിധ സംശയങ്ങൾക്ക് പരിഹാരം നൽകുക, ഏകജാലകം എപ്രകാരം പൂരിപ്പിക്കാം, ഏകജാലകം ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിച്ചാൽ എന്തൊക്കെ ജോലി സാധ്യതകൾ തുടങ്ങി വിവിധ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി റീന ചെറിയാൻ, ഫാദർ സിനോജ് കുളമാക്കൽ, അജിൻ ടി ചുമ്മാർ, ഡെനീഷ് തോമസ്, നോബിൻ മാത്യു എന്നിവർ ക്ലാസുകൾ നയിച്ചു. വെൺമണി, പഴയരിക്കണ്ടം, കഞ്ഞിക്കുഴി, ചേലച്ചുവട്, കീരിത്തോട്, കരിമ്പൻ, ചെറുതോണി, പൈനാവ്, വാഴത്തോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 300-ൽ പരം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. വാഴത്തോപ്പ് സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് ജസ്റ്റിൻ പാലിയത്ത് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഫ്രാൻസിസ് ഇടവകണ്ടം സന്ദേശം നൽകി. കരിയർ ഗൈഡൻസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഫ്രാൻസിസ് തോട്ടത്തിൽ ആമുഖ പ്രഭാഷണവും സിസ്റ്റർ ലിജി ജോൺ SH നന്ദിയും പ്രകാശിപ്പിച്ചു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം BRC കട്ടപ്പനയുടെ നേതൃത്വത്തിൽ അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു.
കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ UP വിഭാഗവും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP ഹൈസ്കൂൾ വിഭാഗം പരിശീലനങ്ങളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 1000-ഓളം അധ്യാപകർ വിവിധ വിഷയങ്ങളിൽ പരിശീലനത്തിൽ പങ്കെടുത്തു. ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ച അധ്യാപക പരിശീലന പരിപാടി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയും സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ DEO മണികണ്ഠനും ഉദ്ഘാടനം ചെയ്തു. മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ അധ്യാപകർ തന്നെ നോക്കണം. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്ലാവല എടുക്കേണ്ട സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്ലാവല എടുപ്പിക്കണം, വീട്ടിലാണ്. പക്ഷേ അതേ രീതിയിൽ തന്നെ അധ്യാപകരെ നിങ്ങളോട് ഞാൻ പറയാണ്, ഓരോ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെങ്കിൽ അധ്യാപകരെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. വീടിനും നാടിനും നന്മയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരണമെങ്കിൽ വീട്ടിൽ കൊടുക്കുന്ന ശിക്ഷണം പോലെ തന്നെ സ്കൂളിലും കൊടുക്കണം. അധ്യാപകര് നിങ്ങൾ പുതിയ സ്കൂളിലേക്കാണ് ചെല്ലുന്നത്, പുതിയ ക്ലാസ്സിലേക്കാണ് ചെല്ലുന്നത്, പുതിയ പാഠപുസ്തകങ്ങളാണ്, പുതിയ കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ലക്ഷ്യബോധത്തിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ്. കട്ടപ്പന BRC BPC ഷാജിമോൻ KR, ട്രെയിനർ ഗിരിജാകുമാരി NV, കട്ടപ്പന AEO മായ N, സീനിയർ അസിസ്റ്റന്റ് സജിമോൻ KJ എന്നിവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പാലത്തിനടിയിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. മദ്യക്കുപ്പികൾ ഉൾപ്പെടെയാണ് പെരിയാറിലേക്ക് തള്ളുന്നത്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത കടന്നുപോകുന്ന ചപ്പാത്ത് പാലത്തിനടിയിലാണ് വൻതോതിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ പെരിയാറിലേക്കാണ് വലിച്ചെറിയുന്നത്. ഇതോടൊപ്പം പാലത്തിനടിയിൽ മദ്യപ സംഘങ്ങളും സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാണെന്നും നാട്ടുകാർ പറയുന്നു. വേസ്റ്റ് ബിൻ പോലും ഇതുവരെ ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വേസ്റ്റുകൾ നിലവിൽ ആൾക്കാർ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ചപ്പാത്തിൻ്റെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും തന്നെ ഈ കാര്യങ്ങൾ സഹകരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നത് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നുണ്ട്. മറ്റു തരത്തിലുള്ള ഫുഡ് വേസ്റ്റുകൾ അത് ഈ പന്നി ഫാമുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അതും ഈ ഫുഡ് വേസ്റ്റുകൾ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് അത് വ്യാപാരി സംഘടന തന്നെ കർശനമായി നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വ്യാപാരികൾ ആ കാര്യങ്ങൾ പൂർണ്ണമായി തന്നെ സഹകരിക്കുന്നുണ്ട്. പക്ഷേ രാത്രികാലങ്ങളിൽ ഇതുവഴി വരുന്ന ആൾക്കാർ വേസ്റ്റുകൾ കൊണ്ട് പാലത്തിൻ്റെ വശങ്ങളിലായി തള്ളുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ആയതുകൊണ്ട് ചപ്പാത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവിടെ വേസ്റ്റ് ബിൻ നിലവിൽ സ്ഥാപിക്കണം. കാരണം ഈ മദ്യപ സംഘത്തിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. കാരണം വ്യാജ മദ്യ വിൽപ്പന അടക്കം പാലത്തിൻ്റെ വശങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അത് പ്രത്യേകം അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. പെരിയാറിന്റെ തീരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികളും ആവശ്യപ്പെട്ടു. വേനൽമഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ പെരിയാറിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പെരിയാറ്റിലെ ജലമാശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മഞ്ഞുമ്മൽ ബോയ്സും ഗുഹകളുമാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അത്തരമൊരു ഗുഹയുണ്ട് അയ്യപ്പൻകോവിലിലും. അയ്യപ്പൻകോവിൽ ചെന്നിനായ്ക്കൻ കുടിയിലാണ് മുനിമല എന്നറിയപ്പെടുന്ന മലനിരയും അതിനുള്ളിൽ ഗുഹയുമുള്ളത്. മനിതർ ഉണർന്നുകൊള്ള, ഇത് മനിത കാതൽ അല്ല, അதையும் தாண்டி புனிதமானது. അയ്യപ്പൻകോവിൽ ചെന്നിനായ്ക്കൻ കുടിയിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹയുള്ളത്. പഴയൊരു പറമ്പിൽ തങ്കപ്പൻ നായരുടെ 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പടുകൂറ്റൻ മലനിരകൾക്കുള്ളിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. 85 വർഷങ്ങൾക്ക് മുമ്പ് വനമായിരുന്ന ഈ മേഖലയിൽ തങ്കപ്പൻ നായരുടെ മാതാപിതാക്കൾ വനം വെട്ടിപ്പിടിക്കുകയും കൃഷി ആരംഭിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ മുനിമാർ വന്ന് തപസ്സു ചെയ്യുകയും താമസിച്ചിരുന്നതായും പറയപ്പെടുന്നു. ശത്രുക്കളിൽ നിന്നും മറ്റും രക്ഷപ്പെടുന്നതിനായി മുൻ തലമുറക്കാർ ഈ ഗുഹ ഉപയോഗിച്ചിരുന്നെന്ന് തങ്കപ്പൻ നായർ പറയുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള പലതും എനിക്കറിയാം. അച്ഛനൊക്കെ ഒന്ന് വനം വെട്ടിയെടുക്കുമ്പോഴും ഈ പാറ ഇങ്ങനെ തന്നെയുള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ മുനിമാർ വന്ന് വസിക്കുന്ന സ്ഥലമായിരുന്നു പറയും. പിന്നെ ആന മുടി പറിക്കാൻ വരും, കാട്ടുമൃഗങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാരണന്മാരുടെ കാലഘട്ടത്തിൽ വനമൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കന്നുകാലിയെ കൊണ്ടൊക്കെ ഇട്ടുന്ന വളർക്കുന്ന സ്ഥലമായിരുന്നു ഞങ്ങൾ.
ഇവിടെ ഇങ്ങനെ അന്നേരം വീട് ഇവിടെയായിരുന്നു ഇതിൻ്റെ അപ്പുറം. ഇന്നലെ ഇങ്ങനെ കന്നാലി വളർത്തി ഒക്കെ ചെയ്യും. നിൽക്കുന്ന സൗകര്യമുണ്ട്. ഇവിടെ നനയൊന്നുമില്ല, ശകലം പോലും നനയില്ല. പിന്നെ ഇതിനകത്ത് ചെറിയ കുളം പോലെ ഉണ്ട്. അത് മൊത്തം ഇവിടെ 8-10 പേര് ഇതിനകത്ത് കയറുക. ഈ അടുത്തുള്ളവർക്ക് ചെറിയ കുളം അത് അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇങ്ങോട്ട് പോകും. അതിനകത്തൊന്നും എടുക്കാനൊന്നും പറ്റില്ല. അത് തന്നെയല്ല, ആ പൊത്തിലോട്ട് പോയാൽ പിന്നെ ഒന്നിനും കിട്ടത്തില്ല. അതുപോലെ അങ്ങ് കിടക്കാം. ഇതിനകത്ത് കയറും, ഒന്നെങ്കിൽ തീയിടും, അല്ലെ പോയിക്കോ എങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് കയറും. അത് ഇത് ഈ പൊത്തിൽ കൂടെ അങ്ങ് പോയാൽ അങ്ങോട്ട് കയറി പോകും, അങ്ങ് വരെ പോകും. പിന്നെ ഇത് കണ്ടോ, അവിടെ ഒരു ചെറിയ പൊത്തുണ്ട് ഇതുപോലെ തന്നെ. ഇതിങ്ങനെ ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നവരൊക്കെ, ഈ പറമ്പ് വരുന്നവരും എല്ലാം വന്ന് നോക്കി കണ്ടിട്ടാണ് പോകുന്നത്. 2 മലകളുടെ നടുവിലായിട്ടാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിലേക്ക് കയറണമെങ്കിൽ 7 അടിയോളം ദൂരം സാഹസികമായി കയറി ചെല്ലണം. ഗുഹയുടെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ 2 വഴികളുണ്ട്. ഒരു ഭാഗത്തേക്ക് പോയാൽ കുളവും എതിർഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ 50 മീറ്ററോളം അകത്തേക്ക് നടക്കുവാനും കഴിയുന്ന രീതിയിലാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏറെ സാഹസികത നിറഞ്ഞതും ജീവന് ഭീഷണിയുമുള്ളതിനാൽ ആരും ഉള്ളിലേക്ക് പ്രവേശിക്കാറില്ലെന്നും തങ്കപ്പൻ നായർ പറയുന്നു. ഗുഹയ്ക്കുള്ളിൽ ഒരിക്കലും പറ്റാത്ത വെള്ളവുമുണ്ട്. ചെന്നിനായ്ക്കൻകുടിയിലെ ആരും അറിയാത്ത ഈ ഗുഹയെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ് നിലനിൽക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 170, വിൽപ്പനയ്ക്ക് വന്നത് 49,008, വിൽപ്പന നടന്നത് 45,643, കൂടിയ വില 2,607, ശരാശരി വില 2,032. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 585 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 180, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,675 രൂപ, വെള്ളി 87. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രശസ്ത നാടക നടൻ MC കട്ടപ്പന എന്നറിയപ്പെടുന്ന കട്ടപ്പന മരങ്ങാട്ട് MC ചാക്കോ നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ. ഇരട്ടയാറ്റിൽ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ 10:30. സംഭവസ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആത്മഹത്യയും കൊലപാതകവും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് പോലീസ്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് തോട്ടം മേഖലയിൽ ഊർജിത പരിശോധനയ്ക്കൊരുങ്ങി തൊഴിൽ വകുപ്പ്. ഇതിനായി വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും കുറ്റമറ്റ ശുചീകരണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രാഥമിക പരിഗണന നൽകുമെന്ന് ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കെതിരെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആക്ഷൻ കൗൺസിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിൽ ധർണ നടത്തി. വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന MM മണി MLA. ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും വിമർശനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.